ഇങ്ങനെ വേച്ച് നടക്കുന്നുണ്ട്. പ്രവാചകൻ ചോദിച്ചു, എന്താ കാര്യം? അപ്പൊ സഹാബത്ത് പറഞ്ഞു, അദ്ദേഹം നടന്ന് ഹജ്ജിന് പോകാൻ നേർച്ചയാക്കിയിട്ടുണ്ട്. നടന്ന് ഹജ്ജിന് പോകാൻ, വൃദ്ധനാണ്, നടന്നു പോകാൻ കഴിയില്ല അയാൾക്ക്. മറ്റുള്ള പല സഹായത്തോടു കൂടിയാണ് നടന്നു പോകുന്നത്. അപ്പൊ അദ്ദേഹം നടന്ന് ഹജ്ജിന് പോകാൻ നേർച്ചയാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇയാൾ പോകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തോട് വാഹനത്തിൽ കയറാൻ പറ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, താങ്കളെയും താങ്കളുടെ നേർച്ചയെയും അല്ലാഹുവിന് ആവശ്യമില്ല എന്ന. താങ്കളുടെ ഈ പ്രവർത്തനം ഉണ്ടല്ലോ, ഒരു സ്വയം പീഡനം അനുഭവിക്കുക, സ്വയം പ്രയാസം സഹിച്ചുകൊണ്ട് അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, താങ്കളെയും താങ്കളുടെയും നേർച്ചയെയും അല്ലാഹുവിന് ആവശ്യമില്ല എന്ന. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യം, നേർച്ചയാക്കിയാൽ അത് പൂർത്തീകരിക്കൽ നിർബന്ധമാണ്. അതെന്താവട്ടെ, ഏത് നേർച്ചയായാലും അല്ലാഹു നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുക. അനുവദനീയമായ കാര്യങ്ങളായിരിക്കണം, ഹലാലായ കാര്യങ്ങളായിരിക്കണം, ഇസ്ലാമിന്റെ സുന്നത്തായ കാര്യം. അത്തരം കാര്യങ്ങൾ നേർച്ചയാക്കിയാൽ പിന്നീട് അത് പൂർത്തിയാക്കൽ നിർബന്ധമാണ്. വിശ്വാസികളുടെ സ്വഭാവ ഗുണമായി ഖുർആൻ പറഞ്ഞത് യൂഫൂന ബിന്നദർ, അവർ നേർച്ച പൂർത്തീകരിക്കുന്നവരാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ വചനമാണ് ആമുഖമായി ഞാൻ ഓതിക്കേൾപ്പിച്ചത്. വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദിരിൻ ഫഇന്നല്ലാഹ യഅലം. നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും എന്ത് തന്നെ നേർച്ചയാക്കിയാലും അല്ലാഹു അതൊക്കെ അറിയുന്നുണ്ട്. അത് നിങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്, നിർവഹിക്കേണ്ടതുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, അവസാന കാലത്ത് വരാനിരിക്കുന്ന ജനങ്ങളുടെ സ്വഭാവമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത്, അവർ നേർച്ചയാക്കും പക്ഷെ അത് പാലിക്കില്ല. നേർച്ചയാക്കും, അത് പാലിക്കില്ല. ഈ നേർച്ച അത് എത്രമാത്രം പ്രാധാന്യം അറിയിക്കുന്നതാണ്, അത് വീട്ടേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. സഅലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമർ റളിയല്ലാഹു നബിയോട് ചോദിച്ചു, ഖാല കുന്തു നദർതു ഫിൽ ജാഹിലിയ്യ അൻ നഅ്തഖിഫ ലൈലത ഫിൽ മസ്ജിദിൽ ഹറാം. പ്രവാചകരെ, ജാഹിലിയ്യ കാലത്ത് അഥവാ ഞാൻ മുസ്ലിം ആകുന്നതിന് മുമ്പ് മസ്ജിദുൽ ഹറാമിൽ ഒരു രാത്രി എഴുത്തിക്കാഫ് ഇരിക്കുമെന്ന് നേർച്ചയാക്കിയിട്ടുണ്ട്. ഉമർദാവിന് ചേർന്ന നേർച്ചയാണ്. എപ്പോഴേ മുസ്ലിം ആകുന്നതിന് മുമ്പ് മസ്ജിദുൽ ഹറാമിൽ ഒരു രാത്രി എഴുത്തിക്കാഫ് ഇരിക്കുമെന്ന്. എന്താ റസൂൽ അതിന്റെ വിധീന? പ്രവാചകൻ പറഞ്ഞത്, നിന്റെ നേർച്ച നീ പൂർത്തിയാക്കുക. അപ്പൊ ഹലാലായ നേർച്ചകൾ അത് പൂർത്തീകരിക്കൽ, അത് വീട്ടൽ വളരെ നിർബന്ധമാണ് എന്ന് നാം മനസ്സിലാക്കി. ഇനി അതുപോലെ തന്നെ മറ്റൊരു ബാധ്യതയാണ്, നേർച്ചയാക്കിയ ആൾ ആ നേർച്ച വീട്ടുന്നതിന്റെ മുമ്പ് മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് അത് നീട്ട് ആ നേർച്ച വീട്ടിൽ ബാധ്യസ്ഥരാണ്, ആ വീട്ടാൻ ബാധ്യസ്ഥരാണ്. ഏറ്റവും അടുത്ത ബന്ധുക്കൾ അത് വീട്ടാൻ ബാധ്യസ്ഥരാണ്. സാധുവിന് ഉപാധി അറിഞ്ഞതോ അവർ പറയുന്നുണ്ട്, എന്റെ ഉമ്മ ഒരു നേർച്ചയാക്കി ആ നേർച്ച വീട്ടുന്നതിന്റെ മുമ്പ് ഉമ്മ മരണപ്പെട്ടു പോയി. പ്രവാചകനോട് അഭിപ്രായം ചോദിച്ച പദവ ചോദിച്ചതാണ്. പ്രവാചകൻ പറഞ്ഞു, ഉമ്മയുടെ ആ നേർച്ച നീ വീട്ടുക എന്ന്. അപ്പോ നേർച്ചകൾ അത് വീട്ടൽ വളരെ നിർബന്ധമാണ്. ആ കാര്യത്തിൽ നമ്മൾ കണിശത പാലിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നേർച്ചയുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഏതെങ്കിലും കാരണവശാൽ ഒരാൾക്ക് ഒരു നേർച്ച വീട്ടാൻ കഴിയാതെ വന്നാൽ, എന്തെങ്കിലും സാഹചര്യത്തിൽ നേർച്ച വീട്ടാൻ കഴിയാതെ വന്നാൽ അദ്ദേഹം അതിന് പ്രായശ്ചിത്തം കൊടുക്കണമെന്ന്, അതിന് പ്രായശ്ചിത്തം നൽകേണ്ടതുണ്ട്. എന്താ പ്രായശ്ചിത്തം? സത്യം ലംഘിച്ചാലുള്ള പ്രായശ്ചിത്തമാണ്. പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളൊരു നേർച്ച നേർന്നു, ആ നേർച്ച കൊടുത്ത് വീട്ടാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എങ്കിൽ സത്യം ലംഘിച്ചവന്റെ പ്രായശ്ചിത്തമാണ് അത് നൽകേണ്ടത്. എന്താ സത്യലംഘനത്തിലുള്ള പ്രായശ്ചിത്തം? പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദ 89-ാമത്തെ വചനത്തിൽ കാണാം, 10 അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുക. നേർച്ച നേർന്നിട്ട് അത് വീട്ടാൻ സാധിക്കാതെ വന്നാൽ 10 അഗതികൾക്ക് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം. നിങ്ങളുടെ കുടുംബങ്ങൾക്ക്, നിങ്ങളുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് പോലെ ആ രൂപത്തിൽ 10 പേർക്ക് ഭക്ഷണം നൽകണം. അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ വസ്ത്രം നൽകണം. അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കണം. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് 10 പേർക്ക് ഭക്ഷണം കൊടുക്കാനും വസ്ത്രം വാങ്ങി കൊടുക്കാം, അല്ലെങ്കിൽ
പിന്നെ അടിമയെ മോചിപ്പിക്കാം. എന്നിട്ട് ഖുർആൻ പറഞ്ഞു ഫമല്ലം യജിദ്, അതിനൊന്നും സാധിച്ചില്ലെങ്കിൽ ഫസിയാമു സലാസത്തി അയ്യാം, 3 ദിവസം നോമ്പെടുക്കണമെന്ന്. അപ്പോ നേർച്ച എന്നത് ഒരു മഹത്തായ ഇബാദത്താണ്. അതുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളാണ് സൂചിപ്പിച്ചത്. ഒന്ന്, അള്ളാഹുവിന്റെ പേരിൽ മാത്രമേ നേർച്ചയാക്കാൻ പാടുള്ളൂ. ഹലാലായ കാര്യങ്ങൾ മാത്രമേ നേർച്ചയാക്കാൻ പാടുള്ളൂ. ഉപാധി വെച്ചുള്ള നേർച്ച ഇസ്ലാം അനുവദിക്കുന്നില്ല. അതുപോലെ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യത്തിലുള്ള നേർച്ചകൾ അത് പാടില്ല. ഇബാദത്തല്ലാത്ത കാര്യങ്ങൾ, വെറും കാര്യങ്ങൾ അത് നേർച്ചയാക്കാൻ പാടില്ല. ഫർളായ കാര്യങ്ങൾ നേർച്ചയാക്കാൻ പാടില്ല. നേർച്ചയാക്കിയാൽ അത് പൂർത്തിയാക്കൽ നിർബന്ധമാണ്. ഉത്തരവാദിത്തപ്പെട്ടവർ നേർച്ചയാക്കി മരണപ്പെട്ടു പോയാൽ ബന്ധുമിത്രാദികൾക്ക്, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് അത് വീട്ടൽ നിർബന്ധമാണ്. നേർച്ച നേർന്നു വീട്ടാൻ സാധിച്ചില്ലെങ്കിൽ അതിന് പ്രായശ്ചിത്തം നൽകൽ നിർബന്ധമാണ്. ഈ ഇത്തരം കാര്യങ്ങളാണ്, കാര്യങ്ങളാണ് നേർച്ചയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സർവശക്തി കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്.